ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പെരി പെരി അൽഫാമാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റും അതേപോലെ നല്ല എരിവും പുളിയും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ പീസസ് എല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം വാർന്നിട്ട് വേണം നമുക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ എടുക്കാം. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പെരിഞ്ചീരകം. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകം അത് 1 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളകും, മുഴുവനുള്ള കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ 1 കൈപ്പിടി അളവിൽ വറ്റൽമുളക് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പിടി മല്ലിയിലയും, പിന്നെ 1 ചെറുനാരങ്ങയുടെ നീര് അതും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അധികം നീരില്ലാത്ത നാരങ്ങയായിരുന്നു. അപ്പോൾ അത് 2 ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് 1/2 പാക്കറ്റ് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മസാലയൊക്കെ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ മസാലയ്ക്കകത്ത് ഉപ്പിട്ടതാണ്, എന്നാലും തൈര് ഒഴിക്കുമ്പം ഉപ്പിന് ലേശം കുറവ് വരും. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് മുങ്ങുന്ന രീതിയിൽ വേണം ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കണ്ട, കാരണം ഇത് മുങ്ങി നിൽക്കണം. മുങ്ങി നിന്നാലേ അതിൻ്റെ തൈരിൻ്റെ പുളിയും അതേപോലെ നമ്മുടെ ചേർത്ത് കൊടുത്ത മസാലകളുടെ എരിവും എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടത്തുള്ളൂ. അതേപോലെ നല്ല സോഫ്റ്റും ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എരിവും പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് ഉള്ളിലോട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടി 1 ദിവസമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, താഴെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടിയും, അതായത് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ പിറ്റേ ദിവസം ഞാനിത് വറക്കാൻ വേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം മാത്രം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം സൺഫ്ലവർ ഓയിലിന് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം എടുത്ത് ഞാൻ വറക്കുന്നില്ല, അപ്പോൾ ആവശ്യത്തിന് മാത്രമേ എടുത്ത് വറക്കുന്നുള്ളൂ. ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ആക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചേക്കാം. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. എന്നിട്ട് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലിട്ട് തന്നെ നമുക്കിത് വറ്റിച്ച് നല്ല മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഓവനിൽ വെക്കാം. ഞാൻ ഇപ്പോൾ ഓവനിൽ വെക്കുന്നില്ല, ചട്ടിക്കകത്ത് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയുള്ള ഒരു കോട്ടിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാനിലേക്ക്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് കട്ടായിപ്പോയി. അപ്പം അതിലേക്ക് നിർബന്ധമായിട്ടും ചേർക്കുന്നുണ്ടതാണ് ആ ചില്ലി ഫ്ലേക്സ്. നമ്മൾ പെരിയൊക്കെ വാങ്ങിക്കുമ്പം അതിനകത്ത് ഉണ്ടല്ലോ ചില്ലി ഫ്ലേക്സ്, അതിൻ്റെ പുറമേ കാണുമല്ലോ. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് തിളപ്പിച്ച് മാറ്റി വെക്കാം. അതായത് ചിക്കൻ ഇവിടെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തിരിച്ച് മറിച്ച് വിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. അപ്പോൾ എൻ്റെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് തേച്ച് കൊടുക്കാൻ, കാരണം ഈ സോസ് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും കേട്ടോ. അപ്പോൾ പെരി പെരി അൽഫാം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.